നാടകം മുടങ്ങാതെ ഒരു പരിഹാരം. നാടകം മുടങ്ങാൻ പാടില്ല നാഗരെ. നാടകം മുടങ്ങിയ കാമപാലം പിന്നെ പോവുകയില്ല. നിങ്ങളെ പനിയെ മാറൂല. നാടകം കഴിഞ്ഞപാട് കാമപാലരെ നമുക്ക് കൊല്ലാം. ഒരു പുഷ്പാഞ്ജലി, ഒരു നരബലി. അപ്പൂപ്പനല്ലേ? ചരമോളം നോക്ക്. ഇതിപ്പോ മൊത്തം അപ്പൂപ്പന്മാരുടെ കേസ് നിങ്ങളുടെ മേളിൽ വരുമല്ലോ നാഹർ സാബ്. നമുക്ക് പോലീസ് കീഴടങ്ങിയല്ല. ക്യാ ജറൂറത്ത്? ആവശ്യമുണ്ടെങ്കിൽ പോലീസുകാർ ഇങ്ങോട്ട് വരട്ടെ. അല്ല, ഇനി മദ്യപിച്ചാത്തോ പോലീസ്ക്കോ ബുലായിക്കേണ്ടി വരും എന്ന് പറഞ്ഞതേ ഉള്ളൂ. 3-4 ദിവസം കുടിക്കേണ്ടി വരും പറഞ്ഞു വൈദ്യര്. കള്ളല്ല, അരിഷ്ടം. സാംസണോട് വീട്ടിൽ പോകാനും പറഞ്ഞു. ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? നിന്റെ അമ്മ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് വൈദ്യരപ്പുരം പോകും മംഗലാപുരത്തേക്ക്. എന്നിട്ട് വീടും പറമ്പോ വൈദ്യർക്ക് എഴുതി കൊടുക്കും. അപ്പൊ ഈ ബേട്ട 11 12 12 इडली हो गया. परदेशी आप घर जाओ. ഒന്ന് ജാവൂ. माँ, आपका बेटा आ रहा हूँ माँ. अच्छा. ഒന്ന് വാതില് തുറക്ക് താമ്പാനേട്ടാ. अच्छा. ഏട്ടാ MT എന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോ തുറക്കും. എന്റെ പട്ടി വിളിക്കും. ഒന്ന് ചവിട്ടി തുറക്ക് മക്കളെ. 4000 ഉറുപ്പിക കൊടുത്ത് കഴിഞ്ഞ മാസം ശരിയാക്കി വാങ്ങാതിലാവും. ഒരു 4000 രൂപയുടെ വില പോലും ഇല്ലടാ നിനക്കെന്നാ. എന്റെ ഈശ്വരാ, ഞാൻ ഇനി ചാവുന്നതിന് മുമ്പ് എന്റെ കണ്ണുകൊണ്ട് എന്തെല്ലാം കാണണം. എന്ത് കോപ്രായ നിങ്ങൾ കാണിക്കുന്നത്? എന്റെ പുറയിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്നതിന് എനിക്കെത്ര പ്രശ്നം? അവിടെ കിടക്ക്. ആ സുമലതനെ പ്രേമിക്കാൻ വേണ്ടി ഈ നാടകം കളി, ആ തീട്ടം നിന്ന് ആഹാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും എന്റെ സൂക്കേട് മാറും. എന്റെ നാഹറായിട്ട് ആ സുരേഷൻ നിങ്ങളെയും കൂടി നാടകം കളിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ മോളെ എളുപ്പത്തിൽ പ്രേമിക്കാനാണ്. എൻ്റെ മോളെ എളുപ്പത്തില കുറച്ച് പൊളിക്കും. ആ ചെക്കൻ എന്ത് നല്ല കലാകാരനാണ്. എനിക്കതിന് പറയാൻ തോന്നുന്നു. കൊല സൗഖ്യം സൗഖ്യം. ഈ സോഡക്കാരനും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ്. ഈറ്റുകളിൽ ഏതാ ജാതികളെന്ന് അറിയാലോ. അവസാനം നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ മാത്രമേ ഉണ്ടാവില്ലേ? പറഞ്ഞിട്ടാ വേണ്ട. എൻ്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്ക് അറിയില്ല പ്രിയേഷേ. നീയും പണ്ട് ബുക്കിനകത്ത് വെച്ച് അവക്കൊരു കത്ത് കൊടുത്തില്ലേ? അത് ഞാൻ എനിക്കൊക്കെ കത്തല്ലേ, അറിയാണ്ട് ഓളെ ബുക്കിൽ വെച്ച് പോയി. ഓളെ പേരുണ്ടായിന് അതില്. അതെ, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇന്നലെ ഇവിടെ ആരോ പ്രസംഗിക്കുന്നതായിട്ട്. സിനിമാക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത് കഞ്ചാവ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നാടകക്കാരിങ്ങോട്ട് വന്നത് ലവ് അടിക്കാനായിരിക്കും. എനിക്കില്ല, ഇത് പറഞ്ഞോനില്ല. ടീച്ചർ എടുത്തു. ടീച്ചറെ അച്ഛൻ കൂട്ടിക്കൊണ്ട് പോയി. വാ നിങ്ങൾക്ക് ആരെ കട്ടിക്കാൻ പോവാണോ പടവടാച്ച?
എംടി എടുത്തേക്കാന്നെല്ലാം കൂടെ ഗന്ധർവനാക്കിയാല് താടിയും മുടിയും പഠിക്കാന്നു. പെട്ടെന്ന് പഠിച്ചു കളിയാമാന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു നിന്നോട് ചോദിക്കാന്ന്. നിന്റെ അഭിപ്രായം എന്നാന്ന്? പഠിക്കാൻ വിടണ? നിങ്ങളെ ആരും അഭിപ്രായം എനിക്ക് വേണ്ട. ഇത് പഠിക്കാൻ ഇറ്റ് ഈസ് മൈ ബിയർഡ്. ഇറ്റ്സ് വിയേർഡ് അച്ഛാ. ഇറ്റ്സ് ഈസ് ഫ്രീഡം. എനിക്ക് ഇയാളെ മുഖം കാണാൻ ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല, ഈ രൂപമില്ലത് കൊണ്ടല്ലേ കലാകാരനാന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. അതില്ലേ പിന്നെ നമ്മളെ നല്ലൊരു വരുമാനം അവിടെ നിൽക്കും. അതാന്ന്. അതിന് പ്രിയേഷ് സമ്പാദിക്കുന്നില്ലേ? എംടി താടി പഠിച്ചോട്ടല്ലേ? അതല്ല നഹറേട്ടാ, ഇത് പഠിച്ചാ പിന്നെ അച്ഛന്റെ മുഖം അങ്ങനെ ആയിരിക്കും ആർക്കും ഒരു ഐഡിയ ഇല്ല. ചിലപ്പോ ഈ അമ്മ എന്നെ പറയും അച്ഛനെ വേണ്ട. മുണ്ടാണ് അങ്ങനെ പറയുന്നേക്കാൻ ഇയാൾ കാത്തുക്കുന്നു. കണ്ടോ, ആ താടി ഇല്ലോണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. ഞാനൊരു വിക്കും വെച്ചിട്ട് മാസ്ക് വെച്ചാ പോരെ? അതിനേക്കാളും നല്ലതാ തല ട്രെയിനിന് വെക്കുന്നതാണ്. ഈ നാടൻ അങ്ങനെ പൊളിഞ്ഞു പോയ പിന്നെ നെയ്യില് താടി മുടിയും വെട്ടിയത് വെറുതെ ആവൂലേന്ന്. ഇതെല്ലാം ആരെ പരിപാടിയാണെന്ന് എനിക്കറിയാം. ചുമ്മാ നിന്ന വൈറ്റ് ഓട്ടോ മാറ്റിപ്പോകും ബ്ലൂ ബസ് ആൻഡ് ഓൾ പീപ്പിൾ ചീറുന്നു ഇനി ചൈസ് ഓൺ ദി റോഡ്. ആദ്യമായിട്ടാണല്ലേ? ഏതാപത്തിലും സുരേഷ് ഏട്ടൻ കൂടെ ഉണ്ടാവും. ചങ്ക് പറിച്ചു തരണം. സുമലത പറഞ്ഞാൽ തരും. ചാടി ചാവാൻ പറഞ്ഞാൽ ചാടണം. സുമലത പറഞ്ഞാൽ ചാടും. വടിക്കെന്ന് പറഞ്ഞാ വടിക്കും.